അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ചില പാർട്ടികളെ എതിർത്തുകൊണ്ട് നമ്മൾ 2-3 വീഡിയോ ചെയ്യാൻ ഇടയായി. എതിർക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണ്ഡിതന്മാർ മുഴുവനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും അത്തരം പാർട്ടികളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു സമയം കൂടിയാണ്. പാടുന്ന വ്യക്തിക്ക് യാതൊരുവിധ ലൈസൻസും ഇല്ലയെന്നല്ല, എന്തൊക്കെയോ അദ്ദേഹത്തിന് മനസ്സ് തോന്നുന്നു, അതെടുത്ത് പാടുന്നു. എന്താണ് വീടുകൾ എന്താണെന്നൊന്നും അദ്ദേഹം എന്തായിട്ടില്ല, ചിന്തിക്കാറില്ല. അദ്ദേഹത്തിനൊക്കെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞാലും ഒരു മാറ്റവും വരുത്തുന്നൊരു വ്യക്തിയായിട്ട് തോന്നുന്നുമില്ല. വീണ്ടും വീണ്ടും പുതിയ പുതിയ അപകടം, വളരെയധികം അപകടമുണ്ടാകുന്ന പല ഇനം പാട്ടുകളും പാടി നടക്കുകയാണ്. ഇതിനൊക്കെ എതിർത്തത് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടും മറ്റുമൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്തെങ്കിലും കുത്തുബുല്ലാലമിനെതിരെ പ്രസംഗിക്കുന്നു, നിങ്ങളെന്താ താടിയും തലപ്പാവൊക്കെ വെച്ച് നടന്നാണ്ട് സിമിറുള്ളാഹിക്കെതിരെ പറഞ്ഞാൽ ആക്കബത്ത് മോശമാവട്ടോ, അപകടം വരുട്ടോ, എല്ലാം സൂക്ഷിക്കണമെന്ന് പലയിടങ്ങളിൽ നിന്നായിട്ട് പല ഉസ്താദുമാരും അതുപോലെ വാട്സപ്പിലും ഫോൺ കോളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. ആലിമീങ്ങളെന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ പോലും ഇത്തരം അപകടങ്ങൾ വരുത്തി വെക്കുന്ന ആ വാക്കുകൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അനുകൂലിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളം കൂടിയാണ്. ഖിയാമത്ത് നാൾ അവസാന കാലഘട്ടത്തിൻ്റെ ഇതിൻ്റെ ഒരു അടയാളം കൂടിയാണത്. ആലിമീങ്ങൾ പോലും ഇത്തരക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക, അവിടെ ഇൽമ് എന്തിൻ്റെയോ മുന്നിൽ അമിതമായ മഹബത്തിൻ്റെ മുന്നിൽ പണയം വെച്ചതാണ്. അമിതമായ മഹബത്ത് എന്ന് പറഞ്ഞാൽ മഹബത്ത് അധികരിച്ചു കഴിഞ്ഞാൽ അതും അപകടത്തിൽപ്പെടുന്ന പല മഹബത്തുകളുണ്ട്. മഹബത്ത് ആയതുകൊണ്ട് എന്തും പാടാം, എന്തും പറയാമെന്നില്ല. ഔലിയാക്കന്മാർ പല സമയത്ത് പല ആളുകളോടും അവരുടെ മുഹിബീങ്ങളോട് പല വാക്കുകളും പറയും. ഇതെല്ലാം പബ്ലിക്കിൽ ചിലപ്പം പറയാൻ പറ്റാത്തതായിരിക്കും. അത്രയും ബന്ധമുള്ള ചില ആളുകളോട് ചില ഔലിയാക്കന്മാർ, ബഹുമാനപ്പെട്ട ഹല്ലാജുൽ മൻസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ എടുത്തു നോക്കിയാൽ വലിയ വലിയ വാക്കുകളുണ്ട്. പുറലോകത്തേക്ക് നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത, പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് അത് വലിയ അപകടം ചെയ്യുന്ന ചില വാക്കുകൾ, ഔലിയാക്കന്മാരുടെ വാക്കുകൾ അപകടം ചെയ്യുമെന്നല്ല, ഒരുപാട് സിറുകളടങ്ങിയ, ഒരുപാട് രഹസ്യങ്ങളടങ്ങിയ വേർഡുകളായിരിക്കും ഔലിയാക്കന്മാർ എപ്പോഴും ഉപയോഗിക്കാറുണ്ടാകുക. അത് അത്തരം സാധാരണക്കാർക്കൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. അത്തരം വേർഡുകൾ പബ്ലിക്കായി പൊതുസമൂഹത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ ഇസ്ലാമിൽ അതിന് അപകടമേ കൂടുതൽ വരികയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിന് വളർച്ചയോ ഉയർച്ചയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത് കണ്ടുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അത്തരം പാട്ടുകൾ, അത്തരം പരിപാടികളെയൊക്കെ നഖശിഖാന്തരം എതിർത്തുകൊണ്ടേയിരിക്കുന്നതും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും വലിയ അഗ്രങ്ങളുടെ പണ്ഡിതനും ഷാഫിഈ